കൂരിരുട്ട് നിറഞ്ഞ ഘോരവനം. കയ്യിലെ ചെറിയ വെട്ടം പോലും ആ ഇരുട്ടിനെ ഭേദിക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. മരങ്ങളുടെ ഇലയനക്കങ്ങൾ പോലും ഭീതിയുണർത്തുന്ന നിശബ്ദത. ഒരു വൻമരത്തിന്റെ മറവിൽ ശ്വാസമടക്കിപ്പിടിച്ച് വേട്ടക്കാരൻ നിന്നു. അല്പമകലെയായി ഇരുട്ടിൽ അവ്യക്തമായി ഒരു മാനിന്റെ രൂപം അയാൾ കണ്ടു. അവൻ തന്റെ തോക്ക് മെല്ലെ ഉയർത്തി ഉന്നം പിടിച്ചു. നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് വെടിയൊച്ച മുഴങ്ങി. വെടി ഉന്നം തെറ്റിയില്ല. പക്ഷേ അത് മാനിന്റെ മർമ്മസ്ഥാനത്തായിരുന്നില്ല കൊണ്ടത്, കാലിലായിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ മാൻ അവിടെ നിന്ന് മുടന്തി നീങ്ങാൻ തുടങ്ങി. ഇരയെ നഷ്ടപ്പെടാതിരിക്കാൻ വേട്ടക്കാരൻ തോക്കും മുറുകെ പിടിച്ച് വേഗത്തിൽ അതിന്റെ പിന്നാലെ കൂടി. ചോര വാർന്നൊലിക്കുന്ന കാലുമായി അധിക ദൂരം ഓടാൻ ആ മിണ്ടാപ്രാണിക്ക് കഴിഞ്ഞില്ല. കാടിന്റെ ഒത്ത നടുവിലുള്ള പായൽ പിടിച്ച പഴയൊരു കുളത്തിലേക്ക് അത് കാൽ വഴുതി വീണു. വെള്ളത്തിൽ വീണ ശബ്ദം കേട്ട് വേട്ടക്കാരൻ അങ്ങോട്ടേക്ക് ഓടിയെടുത്തു. അയാൾ കുളക്കരയിലെത്തിയതും കയ്യിലുണ്ടായിരുന്ന ചെറിയ വെട്ടം കൊണ്ട് കണ്ട കാഴ്ച വിശ്വസിക്കാനാവാത്തതായിരുന്നു. നിമിഷനേരം കൊണ്ട് ആ കുളത്തിലെ വെള്ളം മുഴുവൻ രക്തവർണമായി മാറിയിരിക്കുന്നു. ഒരു മാനിന്റെ കാലിൽ നിന്നുള്ള ചോര ഇത്ര വേഗം ആ കുളം മുഴുവൻ ചുവപ്പിക്കുമോ? അയാൾ ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കി. ആ കുളത്തിലെ കാഴ്ച കണ്ട് അയാൾ ഞെട്ടിവിറച്ചു. ഘോരവനത്തിന്റെ അതിർത്തി പങ്കിടുന്ന 15 ഏക്കറോളം വരുന്ന വിസ്തൃതമായ ഭൂമി. ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന വൻമരങ്ങൾക്കിടയിൽ കാടിന്റെ വന്യതയോട് ചേർന്നു നിൽക്കുന്ന ഒരു വീട്. അവിടെയാണ് 35-കാരനായ ജോൺ താമസിക്കുന്നത്. അച്ഛനും അമ്മയും നേരത്തെ മരിച്ചതോടെ മരങ്ങൾ തിങ്ങിനിറഞ്ഞ ആ വലിയ വീട്ടിലെ ഏകാന്തതയിൽ അവൻ തനിച്ചായി. പക്ഷേ ആ ഏകാന്തത മാറ്റാൻ ജോണിന് കൂട്ടിന് മറ്റൊരു ലഹരിയുണ്ടായിരുന്നു. വേട്ട. 17-ാം വയസ്സിൽ തുടങ്ങിയതാണ് കാടിനോടുള്ള ആ ഭ്രമം. കാട്ടുപോത്തും കാട്ടുപന്നിയും മാനുമെല്ലാം ജോണിന്റെ തോക്കിൻകുഴലിന് ഇരയായി. കാടിന്റെ മക്കൾ അവന് എന്നും സ്വാദിഷ്ടമായ ഭക്ഷണമായിരുന്നു. ആഴ്ചയിൽ 2 തവണയെങ്കിലും തോക്കുമെടുത്ത് കാട്ടിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അവന് ഉറക്കം വരില്ലെന്ന അവസ്ഥയായിരുന്നു. എന്നാൽ ആ വീടിനെ ശരിക്കും ഭയാനകമാക്കുന്നത് അതിന്റെ ഉൾവശമാണ്. താൻ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ തലകൾ വെട്ടിയെടുത്ത് സൂക്ഷിക്കുക എന്നത് ജോണിന്റെ ഒരു വിചിത്രമായ വിനോദമായിരുന്നു. വീടിന്റെ ചുവരുകൾ നിറയെ പലതരത്തിലുള്ള മൃഗങ്ങളുടെ ഉണങ്ങിയ തലകൾ തൂക്കിയിട്ടിരുന്നു. നിർജീവമായ ആ കണ്ണുകൾ തുറിച്ചുനോക്കുന്ന ആ ചുവരുകൾക്കിടയിൽ മരിച്ച മൃഗങ്ങളുടെ ഓളങ്ങൾക്ക് നടുവിൽ ജോൺ തന്റെ ജീവിതം ആസ്വദിച്ചു. ജോണിന്റെ വേട്ടയാത്രകളിലെ വിശ്വസ്തനായ കൂട്ടാളി, അവന്റെ പ്രിയപ്പെട്ട നായ കഴിഞ്ഞ വേട്ടയ്ക്കിടയിൽ കാട്ടിലെ ഇരുളിൽ എവിടെയോ വെച്ച് ഒരു കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. നായയുടെ മരണം ജോണിനെ തളർത്തിയില്ല, മറിച്ച് അവനിലെ വന്യതയെ ഉണർത്തുകയാണ് ചെയ്തത്. ഇനിയൊരു നായ പോരാ, കാടിന്റെ രാജാവിനെ തന്നെ മെരുക്കിയെടുക്കണം എന്ന വാശി അവനിൽ ജനിച്ചു. ഒരു പുലിയെ, അതും തീരെ ചെറിയൊരു പുലിക്കുട്ടിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു ജോണിന്റെ പുതിയ ലക്ഷ്യം. അതിനെ പരിശീലിപ്പിച്ച് തന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ഒരു ക്രൂരനായ വേട്ടമൃഗമാക്കി മാറ്റണം. ആ ചിന്ത അവനെ ഉറങ്ങാൻ അനുവദിച്ചില്ല. ഇരയെ തേടിയുള്ള യാത്ര. ദിവസങ്ങളോളം ജോൺ കാടിന്റെ ഉള്ളറകളിൽ അലഞ്ഞു. സാധാരണ മൃഗങ്ങളെപ്പോലെയല്ല, പുലിയുടെ മട കണ്ടുപിടിക്കുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു. പാറക്കെട്ടുകൾ നിറഞ്ഞ മനുഷ്യവാസമില്ലാത്ത കൊടുങ്കാട്ടിലായിരുന്നു അവന്റെ അന്വേഷണം. ഒടുവിൽ 3-ാം ആഴ്ച ഒരു വലിയ പാറയിടുക്കിന് സമീപം ഉണങ്ങിയ ഇലകളിൽ പുലിയുടെ കാൽപ്പാടുകൾ അവൻ തിരിച്ചറിഞ്ഞു. വായുവിൽ മാംസമഴുകിയ ഗന്ധം തങ്ങിനിൽക്കുന്നുണ്ടായിരുന്നു. അത് പുലിയുടെ മടയാണെന്ന് ജോൺ ഉറപ്പിച്ചു. അവൻ ക്ഷമയോടെ കാത്തിരുന്നു. തള്ളപ്പുലി ഇരതേടാനിറങ്ങുന്ന സമയം നോക്കിവേണം നീങ്ങാൻ. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മഞ്ഞയും കറുപ്പും വരകളുള്ള ആ വലിയ രൂപം ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി കാട്ടിലേക്ക് മറയുന്നത് അവൻ കണ്ടു. ഇതാണ് അവസരം. തോക്കുമായി ജോൺ പാറക്കെട്ടുകൾ വലിഞ്ഞുകയറി ഗുഹയുടെ കവാടത്തിലെത്തി. ഉള്ളിൽ കൂരിരുട്ടായിരുന്നെങ്കിലും ടോർച്ചിന്റെ വെട്ടത്തിൽ അവൻ കണ്ടു 2 ചെറിയ പുലിക്കുട്ടികൾ. അവയിലൊന്ന് ഭയമില്ലാതെ ജോണിനെ നോക്കി ചീറ്റുന്നുണ്ടായിരുന്നു. ആ ചീറ്റുന്നവനെ തന്നെ തനിക്ക് വേണമെന്ന് ജോൺ ഉറപ്പിച്ചു. അവൻ ചാക്കുമെടുത്ത് അതിനടുത്തേക്ക് നീങ്ങിയതും പെട്ടെന്നാണ് ഗുഹയുടെ വാതിലിൽ ഒരു നിഴൽ വീണത്. ഇര കിട്ടാതെ തിരികെ വന്ന തള്ളപ്പുലി. ഗുഹയുടെ വാതിലിൽ നിന്ന് അത് ഭീകരമായി അലറി. പുറത്തേക്കുള്ള വഴി അടഞ്ഞിരിക്കുന്നു. ജോണിന്റെ രക്തം തണുത്തുറഞ്ഞു. നിമിഷനേരം കൊണ്ട് പുലി അവന് നേരെ കുതിച്ചു ചാടി. ജോൺ വെട്ടിമാറിയെങ്കിലും പുലിയുടെ കൂർത്ത നഖങ്ങൾ അവന്റെ തോളിൽ പോറലേൽപ്പിച്ചു. തോക്ക് ഉന്നം പിടിക്കാൻ പോലും സാവകാശം കിട്ടിയില്ല. പുലി വീണ്ടും തയ്യാറെടുക്കുമ്പോഴേക്കും ജോൺ തന്റെ അരയിലുണ്ടായിരുന്ന ഫ്ലെയർ ഗൺ എടുത്തു. പുലിയുടെ മുഖത്തേക്ക് ഉന്നം വെച്ചു, കാഞ്ചി വലിച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവും തീപ്പൊരിയും കണ്ട് പുലിയൊന്ന് അമ്പരന്ന് പിന്നോട്ടു മാറി. ആ നിമിഷം പാഴാക്കാതെ ജോൺ മുൻകൂട്ടി കണ്ടുവച്ചിരുന്ന ആ വീരനായ പുലിക്കുട്ടിയെ വലിച്ചു ചാക്കിലാക്കി ഗുഹയുടെ ഇടുങ്ങിയ വിടവിലൂടെ പുറത്തേക്കെടുത്തു ചാടി. പിന്നിൽ തള്ളപ്പുലിയുടെ രോഷം നിറഞ്ഞ അലർച്ച കാടിനെ നടുക്കുന്നുണ്ടായിരുന്നു. ജീവൻ പണയം വെച്ചുള്ള ഓട്ടത്തിനൊടുവിൽ കാടിന്റെ അതിർത്തി കടക്കുമ്പോൾ ചാക്കിനുള്ളിൽ പുതിയ കൂട്ടുകാരൻ പിടയ്ക്കുന്നുണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ആ കുഞ്ഞു പുലികുട്ടിയെ മെരുക്കിയെടുക്കുക എന്നത് ജോൺ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല. അമ്മയെ പിരിഞ്ഞതിന്റെ സങ്കടം ആ കുഞ്ഞുകണ്ണുകളിൽ നിഴലിച്ചു നിന്നിരുന്നു. ആദ്യമൊക്കെ അവൻ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല.
ജോണിന് നേരെ ചീറ്റുകയും മുരൽക്കുകയും ചെയ്തു. എന്നാൽ ജോണിന്റെ ക്ഷമയും കരുതലുമാണ് ഒടുവിൽ ജയിച്ചത്. അവൻ ആ പുലിക്കുട്ടിക്ക് ടൈഗർ എന്നു പേരിട്ടു. ദിവസങ്ങൾ കഴിയുന്തോറും ടൈഗർ ജോണുമായി ഇണങ്ങി. ജോണിന്റെ കൈപ്പത്തിയിലെ ചൂട് അവന് അമ്മയുടെ സ്നേഹം പോലെയായി. 17-ാം വയസ്സിൽ അനാഥനായ ശേഷം ജോൺ ഇത്രയേറെ സ്നേഹിക്കുന്നതും തിരിച്ച് ഇങ്ങോട്ട് സ്നേഹം ലഭിക്കുന്നതും ആദ്യമായിട്ടായിരുന്നു. അവന്റെ കഠിനമായ ഹൃദയത്തിലെ മഞ്ഞുരുകാൻ തുടങ്ങി. ക്രൂരനായ വേട്ടക്കാരനിൽ നിന്ന് സ്നേഹമുള്ള ഒരു രക്ഷിതാവിലേക്കുള്ള മാറ്റമായിരുന്നു അത്. ആഴ്ചയിൽ 2 തവണ കാട് കയറിയിരുന്ന ജോൺ ടൈഗർ വന്നതോടെ തോക്കെടുക്കാൻ മടിച്ചു. മാസത്തിൽ 1-2 തവണയായി വേട്ട ചുരുങ്ങി. രക്തത്തോടുള്ള ആർത്തി മാറി ടൈഗറിനൊപ്പം സമയം ചിലവഴിക്കുന്നതിലായി ജോണിന്റെ സന്തോഷം. വർഷങ്ങൾ കടന്നുപോയി. ടൈഗർ ഇപ്പോൾ ഒരു കുഞ്ഞുകുട്ടിയല്ല. 6 അടി നീളവും കരുത്തുമുള്ള ഒരു പൂർണ്ണവളർച്ചയെത്തിയ പുലിയായി അവൻ മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആ ദുരന്തം സംഭവിച്ചത്. ഒരു ദിവസം സന്ധ്യയ്ക്ക് ജോണിന്റെ കൃഷിയിടത്തിലേക്ക് ഭീമാകാരനായ ഒരു കാട്ടുപോത്ത് അതിക്രമിച്ചു കയറി. വിളകൾ നശിപ്പിക്കുന്നത് കണ്ട ജോൺ അതിനെ തുരത്താനായി തോക്കുമെടുത്തു അങ്ങോട്ടേക്ക് ഓട്ടി. എന്നാൽ കലിയിളകിയ കാട്ടുപോത്ത് ജോണിന് നേരെ തിരിഞ്ഞു. നിമിഷനേരം കൊണ്ടായിരുന്നു ആക്രമണം. കൂറ്റൻ കൊമ്പുകൾ കൊണ്ട് അത് ജോണിനെ കുത്തിമറിച്ചിട്ടു. വലതുകാലിൽ ആഴത്തിൽ മുറിവേറ്റു. എല്ലുകൾ തകരുന്ന ശബ്ദം കേട്ടു. ചോരയിൽ കുളിച്ച് അനങ്ങാൻ കഴിയാതെ ജോൺ നിലത്തു വീണു. തന്റെ കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുവെന്ന് ആ നിമിഷം തന്നെ ജോൺ തിരിച്ചറിഞ്ഞു. മരണത്തെ മുഖാമുഖം കണ്ട ജോണിന്റെ മുന്നിലേക്ക് ഒരു ഇടിമിന്നൽ പോലെയാണ് ടൈഗർ പാഞ്ഞെത്തിയത്. തന്റെ യജമാനനെ വീഴ്ത്തിയ കാട്ടുപോത്തിനെ കണ്ടതും ടൈഗറിലെ വന്യമൃഗം ഉണർന്നു. കാട് നടുകുന്ന ഗർജനത്തോടെ അവൻ പോത്തിനു നേരെ ചാടി വീണു. അതൊരു ഭീകരമായ പോരാട്ടമായിരുന്നു. ടൈഗറിന്റെ കൂർത്ത പല്ലുകൾ പോത്തിന്റെ കഴുത്തിൽ ആഴ്ന്നിറങ്ങി. ഭീമാകാരനായ പോത്തിന് ടൈഗറിന്റെ രൗദ്രഭാവത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. നിമിഷങ്ങൾക്കുള്ളിൽ ആ കാട്ടുപോത്തിനെ വലിച്ചുകീറി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന ടൈഗർ ജോണിനെ നോക്കി മെല്ലെ മുരണ്ടു. അത് സ്നേഹത്തിന്റെ മുരൽച്ചയായിരുന്നു. തന്റെ ഒരു കാൽ നഷ്ടപ്പെട്ടെങ്കിലും ജോണിന്റെ മുഖത്ത് വേദനയേക്കാൾ കൂടുതൽ ആശ്വാസമായിരുന്നു. കാരണം താൻ തനിച്ചല്ലെന്നും ജീവനേക്കാൾ സ്നേഹിക്കുന്ന, തന്നെ സംരക്ഷിക്കാൻ മടിക്കാത്ത ഒരു കാവൽക്കാരൻ കൂടെയുണ്ടെന്നും ജോൺ തിരിച്ചറിഞ്ഞു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് വീടിനോട് ചേർന്നുള്ള പറമ്പിലൂടെ നടക്കുമ്പോഴാണ് ജോൺ ആ കാഴ്ച കണ്ടത്. ഒരു വൻമരത്തിന്റെ ചുവട്ടിൽ അപരിചിതരായ 4-5 പേർ കൂടി നിൽക്കുന്നു. അവരെല്ലാവരും ആ മരത്തിന്റെ മുകളിലേക്ക് നോക്കി എന്തൊക്കെയോ പറയുന്നത് ജോൺ ശ്രദ്ധിച്ചു. അവരുടെ വേഷവിധാനങ്ങളും പെരുമാറ്റവും കണ്ടാൽ സാധാരണക്കാരല്ലെന്ന് ജോണിന് തോന്നി. തന്റെ ഒരുകാൽ സ്വാധീനമില്ലാത്തത് വകവയ്ക്കാതെ ജോൺ അവരുടെ അടുത്തേക്ക് ചെന്നു. "ആരാ നിങ്ങളൊക്കെ? എന്റെ സ്ഥലത്തെന്താ കാര്യം?" ജോൺ ഉറക്കെ ചോദിച്ചു. എന്നാൽ ആ അപരിചിതർ ജോണിനെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. അവരുടെ മുഴുവൻ ശ്രദ്ധയും ആ മരത്തിന്റെ മുകൾത്തട്ടിലായിരുന്നു. ജോൺ വീണ്ടും ചോദ്യം ആവർത്തിച്ചു, ഇത്തവണ ശബ്ദമുയർത്തി തന്നെ. ഇത് ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലൊരവൻ ജോണിന് നേരെ തിരിഞ്ഞു. വാക്കുതർക്കം പെട്ടെന്ന് കയ്യാങ്കളിയിലേക്ക് മാറി. "പോയി പണി നോക്കടാ മുടന്താ" എന്ന് ആക്രോശിച്ചുകൊണ്ട് അവരിലൊരുത്തൻ ജോണിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അപ്രതീക്ഷിതമായ അടിയിൽ ജോണൊന്ന് വേച്ചുപോയി. പക്ഷെ പഴയ വേട്ടക്കാരന്റെ വീര്യം ജോണിൽ അസ്തമിച്ചിട്ടുണ്ടായിരുന്നില്ല. വേദന കടിച്ചമർത്തി താഴെക്കിടന്ന വലിയൊരു കരിങ്കല്ലെടുത്തു തന്നെ അടിച്ചവന്റെ തലയ്ക്ക് ജോൺ തിരിച്ചടിച്ചു. ചോര തെറിച്ചു. അതോടെ ബാക്കിയുള്ളവർ കൂട്ടമായി ജോണിനെ ആക്രമിക്കാൻ തുടങ്ങി. ഒറ്റക്കാലിൽ നിന്ന് പൊരുതാൻ ജോൺ പാടുപെട്ടു. ആ സമയത്താണ് കാടിനെ വിറപ്പിക്കുന്ന ആ ഗർജനം കേട്ടത്. ജോണിനെ അന്വേഷിച്ചു വന്ന ടൈഗർ കണ്ടത് തന്റെ യജമാനനെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുന്നതാണ്. സ്നേഹം മാറി അവിടെ ക്രൂരത നിറഞ്ഞു. ഒരു മിന്നൽ പിണർ പോലെ ടൈഗർ അവർക്ക് നടുവിലേക്ക് എടുത്തുചാടി. പിന്നീട് അവിടെ നടന്നത് ഭീകരമായ കാഴ്ചയായിരുന്നു. ടൈഗറിന്റെ കൂർത്ത നഖങ്ങളും പല്ലുകളും അക്രമികളുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി. തോക്കില്ലാത്ത വേട്ടക്കാരനെ നേരിടാൻ വന്നവർക്ക് മുന്നിൽ സാക്ഷാൽ വന്യമൃഗം അവതരിച്ചപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. കൈയിലും കാലിലും മാരകമായി മുറിവേറ്റ അവർ ജീവൻ മാത്രം മതി എന്ന ചിന്തയിൽ കിട്ടിയ വഴിയെ പരക്കം പാഞ്ഞു. ടൈഗർ അവരെ പിന്തുടർന്നെങ്കിലും ജോണിന്റെ വിസിൽ വിളി കേട്ടവൻ തിരികെ വന്നു. കിതച്ചുകൊണ്ട് ജോൺ ആ മരത്തിന്റെ ചുവട്ടിലിരുന്നു. അക്രമികൾ നോക്കിനിന്ന ആ മരത്തിന്റെ മുകളിലേക്ക് ജോണും ഒന്ന് സൂക്ഷിച്ചു നോക്കി. അവർ എന്തിനാണ് വന്നതെന്ന് ജോണിന് വ്യക്തമായി മനസ്സിലായി. മരത്തിന്റെ മുകളിലേക്ക് നോക്കിനിന്ന ജോണിന്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്കു മുൻപ് അച്ഛൻ പറഞ്ഞ ആ കഥ കടന്നുവന്നു. കാലമേറെ കഴിഞ്ഞപ്പോൾ മറന്നുപോയ ആ രഹസ്യം ഇപ്പോൾ അവന്റെ ഉള്ളിൽ തെളിഞ്ഞുവന്നു. ജോണിനെപ്പോലെ തന്നെ അവന്റെ അച്ഛൻ സ്റ്റീഫനും ആ കാട് വിറപ്പിച്ചിരുന്ന ഒരു വേട്ടക്കാരനായിരുന്നു. ഒരിക്കൽ ഉൾക്കാട്ടിൽ വേട്ടയ്ക്ക് പോയ സ്റ്റീഫൻ കണ്ടത് ഒരു കരടിയുടെ മുൻപിൽ അകപ്പെട്ടുപോയ ഒരാളെയാണ്. മരണത്തെ മുഖാമുഖം കണ്ട ആ മനുഷ്യനെ സ്റ്റീഫൻ തന്റെ തോക്കിൻമുനയാൽ രക്ഷിച്ചു. ജീവൻ ബാക്കിയുണ്ടായിരുന്നെങ്കിലും അയാൾ തീരെ അവശനായിരുന്നു. സ്റ്റീഫൻ അയാളെ തോളിലേറ്റി വനവാസികളുടെ അരികിലെത്തിച്ചു. അവരുടെ ചികിത്സയിൽ അയാൾ സുഖം പ്രാപിച്ചു. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച സ്റ്റീഫനോട് നന്ദി പറയാൻ ആ മനുഷ്യന് വാക്കുകളില്ലായിരുന്നു. തിരികെ പോകുന്നതിനു മുൻപ് അയാൾ തന്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ ചെടിയെടുത്ത് സ്റ്റീഫന് നൽകി. "ഞാൻ ഈ കാട് കയറിയത് ഈ ചെടിക്കു വേണ്ടിയായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കിത് നിങ്ങൾക്ക് തരണമെന്ന് തോന്നുന്നു," അയാൾ പറഞ്ഞു. അമ്പരപ്പോടെ സ്റ്റീഫൻ ചോദിച്ചു, "ഈ ഒരു ചെറിയ ചെടിക്കു വേണ്ടിയാണോ നീ ഇത്രയും സാഹസം കാണിച്ചത്? ഇതിലെന്തിരിക്കുന്നു?" അയാൾ പതിയെ പറഞ്ഞു,
ലോകത്ത് ആകെ 3 സ്ഥലങ്ങളിൽ മാത്രമേ ഈ ചെടി വളരുന്നുള്ളൂ. ഇതിനെ അമൃതവർഷിണി എന്ന് വിളിക്കാം. ഇതിന്റെ കായ കഴിച്ചാൽ പിന്നെ മനുഷ്യന് മരണമില്ല. ഈ ചെടി നട്ടുകഴിഞ്ഞാൽ കായ്ക്കാൻ 44 വർഷങ്ങൾ കാത്തിരിക്കണം. കായ്ച്ചു കഴിഞ്ഞാൽ കൃത്യം 44 ദിവസം കൊണ്ട് അത് പാകമാകും. അപ്പോൾ പറിച്ചെടുത്ത് ശുദ്ധജലത്തോടൊപ്പം സേവിച്ചാൽ പിന്നെ ഒരിക്കലും മരണം നിങ്ങളെ തേടിവരില്ല. ഈ ചെടിയുടെ മുൻ ചെടികൾ നശിച്ചുപോയി, ഇനി ഈ ഒരൊറ്റ ചെടി മാത്രമേ ഉള്ളൂ. സ്റ്റീഫന് അതൊന്നും ആദ്യം വിശ്വസിക്കാനായില്ല. അയാളത് തിരികെ നൽകാൻ നോക്കിയെങ്കിലും ആ അപരിചിതൻ അത് സ്വീകരിച്ചില്ല. നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചതാണ്, അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ എന്നു പറഞ്ഞ് അയാൾ കാടിനുള്ളിലേക്ക് മറഞ്ഞു. സ്റ്റീഫൻ ആ ചെടി തന്റെ വീട്ടുപറമ്പിലെ ഒരിടത്ത് നട്ടുവച്ചു. എന്നാൽ അധികം വൈകാതെ ആ ചെടിയെ സ്വന്തമാക്കാൻ ആരൊക്കെയോ സ്റ്റീഫന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറാൻ തുടങ്ങി. പക്ഷേ ഒരു വേട്ടക്കാരനായ സ്റ്റീഫന്റെ തോക്കിനു മുൻപിൽ ആരും വിജയിച്ചില്ല. ആ ചെടിക്കായി വന്നവരൊന്നും പിന്നീട് ആ പറമ്പിൽ നിന്ന് ജീവനോടെ മടങ്ങിപ്പോയിട്ടില്ല. മരിക്കുന്നതിനു മുൻപ് സ്റ്റീഫൻ ജോണിനോട് പറഞ്ഞ അവസാന വാചകം ഇതായിരുന്നു: ജോൺ, ഞാനില്ലെങ്കിലും നീ ആ ചെടി നോക്കണം. അത് തെറ്റായ കൈകളിലെത്താൻ നീ അനുവദിക്കരുത്. ജോൺ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം ഓർത്തു. ജോൺ വർഷങ്ങൾ വെച്ച് നോക്കി. ഇന്നേക്ക് ആ ചെടി നട്ടിട്ട് കൃത്യം 44 വർഷവും 32 ദിവസവും തികഞ്ഞിരിക്കുന്നു. ആ മരത്തിന്റെ മുകളിൽ പാകമായി നിൽക്കുന്ന ആ അമൃതക്കായ ലക്ഷ്യം വെച്ചാണ് ആ അപരിചിതർ വന്നതെന്ന് ജോൺ തിരിച്ചറിഞ്ഞു. അവന്റെ കണ്ണുകൾ ജ്വലിച്ചു. ആ അമൃതക്കായ പാകമാകാൻ ഇനി കൃത്യം 12 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. 44 വർഷവും 44 ദിവസവും തികയുന്ന ആ ശുഭമുഹൂർത്തത്തിനായി ജോൺ കാത്തിരുന്നു. ജോണിനുറപ്പായിരുന്നു ആ കായ്ക്കുവേണ്ടി അവർ വീണ്ടും വരുമെന്ന്. അപ്പൻ ജീവൻ കൊടുത്തു കാത്തതാണിത്. എന്റെ മണ്ണിൽ നിന്ന് ഒരുത്തനും ഇത് കൊണ്ടുപോകില്ല. ജോൺ ദൃഢനിശ്ചയമെടുത്തു. ടൈഗറിനെയും കൂട്ടി അവൻ പറമ്പിലുടനീളം കെണികൾ ഒരുക്കാൻ തുടങ്ങി. 12ാം ദിവസം വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിനായി അവൻ തയ്യാറെടുത്തു. എന്നാൽ ജോണിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് 5ാം ദിവസം തന്നെ ശത്രുക്കൾ തിരിച്ചെത്തി. ഇത്തവണ അവർ വന്നത് ആ കായ്ക്കു വേണ്ടിയായിരുന്നില്ല, മറിച്ച് തങ്ങളെ ആക്രമിച്ച ആ വന്യമൃഗത്തോടുള്ള പക തീർക്കാനായിരുന്നു. ആയുധങ്ങളും വലകളും മാരകമായ വിഷം പുരട്ടിയ അമ്പുകളുമായാണ് 10ഓളം പേർ അടങ്ങുന്ന സംഘമെത്തിയത്. ജോണിനെ അവർ വളഞ്ഞു. തന്റെ യജമാനു നേരെ ആയുധങ്ങൾ ഉയരുന്നത് കണ്ടപ്പോൾ ടൈഗർ ഗർജിച്ചുകൊണ്ട് അവർക്ക് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ ഇത്തവണ അവർ തയ്യാറെടുത്തിരുന്നു. 4 ഭാഗത്തുനിന്നും അവർ ടൈഗറിനു നേരെ വിഷം പുരട്ടിയ അമ്പുകൾ തൊടുത്തു. ദേഹമാസകലം അമ്പുകൾ തറഞ്ഞിട്ടും ടൈഗർ പിന്മാറിയില്ല. അവൻ ആഞ്ഞുപൊരുതി. അവരിൽ 5-8 പേരെ അവൻ വലിച്ചുകേറി. എന്നാൽ മുടന്തനായ ജോണിന് ടൈഗറിനെ സഹായിക്കാൻ വേഗത്തിലെത്താനായില്ല. ടൈഗർ മാറിക്കോ എന്ന് ജോൺ അലറിക്കരഞ്ഞെങ്കിലും അവനെ സംരക്ഷിക്കാൻ ആ പുലി സ്വന്തം ശരീരം ഒരു കവചമാക്കി മാറ്റി. ശത്രുക്കൾ തൊടുത്ത വെടിയുണ്ടകൾ ടൈഗറിന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി. രക്തം വാർന്ന് ആ കാടിന്റെ രാജാവ് ജോണിന്റെ കാൽച്ചുവട്ടിലേക്ക് തളർന്നു വീണു. തന്റെ ശ്വാസം നിലയ്ക്കുന്നതിനു മുൻപ് ടൈഗർ അവസാനമായി ജോണിന്റെ കൈകളിലൊന്ന് തലോടി. ആ കണ്ണുകളിലെ തിളക്കം പതുക്കെ മങ്ങി. തന്നെ ജീവനേക്കാൾ സ്നേഹിച്ച തന്റെ ഏക കൂട്ടുകാരനായ ടൈഗർ ജോണിന്റെ മടിയിൽ കിടന്ന് അന്ത്യമടഞ്ഞു. അച്ഛനും അമ്മയും മരിച്ചതിനുശേഷം ഇന്നുവരെ ജോണിന്റെ നെഞ്ച് ഒന്നിടറിയിട്ടില്ല. പക്ഷേ ഇത് ജോണിനെ സഹിക്കാവുന്നതിലും വലുതായിരുന്നു. തന്നെ സ്നേഹിച്ച ടൈഗർ ഇനിയില്ലല്ലോ എന്നോർക്കുമ്പോൾ ജോണിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. ടൈഗറിന്റെ മരണം കണ്ട ജോണിന്റെ ഉള്ളിൽ സങ്കടം അഗ്നിയായി മാറി. അവന്റെ കരച്ചിൽ ഒരു ഗർജനമായി പരിണമിച്ചു. തന്റെ പ്രിയപ്പെട്ടവനെ കൊന്നവരോടുള്ള പകയിൽ ജോൺ തകർന്നുപോയി. ടൈഗർ വീണതോടെ ശത്രുക്കൾ വിജയിച്ചു എന്ന ഭാവത്തിൽ ചിരിച്ചു. ബാക്കിയുണ്ടായിരുന്ന 2 പേരെയും ഒരു ഭ്രാന്തനെപ്പോലെ പാഞ്ഞടുത്ത ജോൺ തന്റെ തോക്കിന്റെ പാത്തികൊണ്ട് അടിച്ചു തകർത്തു. ഓരോ അടിയിലും ടൈഗറിന്റെ മരണത്തിനുള്ള പകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവരെ അവൻ ജീവനില്ലാത്ത മാംസപിണ്ഡങ്ങളാക്കി മാറ്റി. ടൈഗറിന്റെ മരണം ജോണിനെ പൂർണ്ണമായും തകർത്തുകളഞ്ഞു. ആ പറമ്പിലുടനീളം ഓടിനടന്നിരുന്ന തന്റെ കൂട്ടുകാരന്റെ അഭാവം അവനെ ഒരു ജീവച്ഛവമാക്കി മാറ്റി. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ അവൻ കൂട്ടാക്കിയില്ല. തോക്ക് ഒരു മൂലയിൽ തുരുമ്പെടുക്കാനിട്ടു. ടൈഗർ ഉറങ്ങാറുള്ള സ്ഥലത്തു നോക്കി മണിക്കൂറുകളോളം അവൻ വെറുതെയിരുന്നു. ആ അമൃതക്കായെക്കുറിച്ചോ ശത്രുക്കളെക്കുറിച്ചോ ഉള്ള ചിന്ത പോലും അവന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിരുന്നു. തന്റെ ആത്മാവിന്റെ പകുതി ടൈഗറിനൊപ്പം പോയതുപോലെ ജോൺ നിശബ്ദനായി. ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ ആ ദിവസം വന്നെത്തി. 44 വർഷവും 44 ദിവസവും തികയുന്ന ചരിത്രപ്രധാനമായ ദിവസം. ടൈഗറില്ലാത്ത പറമ്പിലേക്ക് ഒരു വലിയ സന്നാഹവുമായി 12 പേരടങ്ങുന്ന ഒരു സംഘം അതിക്രമിച്ചു കയറി. കരുത്തരായ ആയുധധാരികളായിരുന്നു അവർ. ജോൺ നിസ്സംഗനായി ഒരു മരച്ചുവട്ടിലിരിക്കുന്നത് അവർ കണ്ടെങ്കിലും അവനെ അവർ ഗൗനിച്ചതേയില്ല. അവർ ആ മരത്തിനു മുകളിലേക്ക് കയറി. അവിടെ കരിഞ്ഞുണങ്ങിയ വള്ളികൾക്കിടയിൽ സൂര്യപ്രകാശമേറ്റ് സ്വർണ്ണനിറത്തിൽ തിളങ്ങുന്ന ആ അമൃതക്കായ അവർ കണ്ടു. ഒരു വലിയ മാതളനാരങ്ങയുടെ വലിപ്പമുള്ള പുറന്തോടിൽ വിചിത്രമായ രേഖകളുള്ള ആ കായയ്ക്ക് ഒരു പ്രത്യേക ഗന്ധമായിരുന്നു. അത് പറിച്ചെടുത്തപ്പോൾ വായുവിൽ ഒരു മാന്ത്രിക സുഗന്ധം പടർന്നു. കായയുമായി അവർ മരത്തിൽ നിന്നിറങ്ങി തിരികെ പോകാനൊരുങ്ങി. പെട്ടെന്നാണ് കാലുകൾ വലിച്ചുവെച്ച് അച്ഛന്റെ പഴയ തോക്കും കൈയിലേന്തി ജോൺ അവരുടെ മുന്നിൽ വന്നു നിന്നത്. അവന്റെ കോലം കണ്ടതും അവർ പൊട്ടിച്ചിരിച്ചു. നോക്കടാ,
ഒരടി നടക്കാൻ വയ്യാത്ത ഇവനാണോ നമ്മളെ തടയാൻ വരുന്നത് എന്നു ചോദിച്ച് അവർ അട്ടഹസിച്ചു. ജോൺ അവരെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ശാരീരികമായി തളർന്ന അവനെ അവർ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തി. അവരുടെ ക്രൂരമായ മർദ്ദനമേറ്റ് ജോൺ മണ്ണിലേക്ക് വീണു. ചിരി നിർത്തിയിട്ടില്ലാത്തവർ പരിഹാസത്തോടെ ആ അമൃതക്കായ ജോണിന്റെ കൈവെള്ളയിൽ കൊണ്ടുപോയി വെച്ചു. നീ കഷ്ടപ്പെട്ടതല്ലേ, ഇതൊന്ന് തിന്ന് രക്ഷപ്പെടുന്നത് ഞങ്ങൾക്ക് കാണണം. നീ എങ്ങനെ മരണത്തെ ജയിക്കുമെന്ന് ഞങ്ങൾ നോക്കി നിൽക്കാം, അവർ പരിഹസിച്ചു പറഞ്ഞു. എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ജോണിനെ അവർ പുച്ഛത്തോടെ നോക്കി. ജോൺ ആ കായ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പതുക്കെ മണ്ണിലൂടെ ഇഴയാൻ തുടങ്ങി. തന്റെ പറമ്പിന്റെ ഒരു പ്രത്യേക മൂലയിലേക്കാണ് അവൻ ഇഴഞ്ഞു നീങ്ങുന്നത്. വഴിയിലുടനീളം അവൻ ശാരീരികമായി വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആ 12 പേരും അവന്റെ പിറകെ നടന്നു. ആ കാഴ്ച കണ്ട് അവർ പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. പറമ്പിന്റെ ആ വിജനമായ കോണിലെത്തിയതും ജോൺ ഇഴയുന്നത് നിർത്തി. അവൻ പതുക്കെ തലയുയർത്തി അവരെ നോക്കി. പെട്ടെന്ന് ജോണിന്റെ മുഖത്ത് ഒരു ഭീകരമായ ചിരി വിരിഞ്ഞു. പരാജയപ്പെട്ടവന്റെ ചിരിയല്ലായിരുന്നു അത്, മറിച്ച് എല്ലാം നേടിയെടുത്തവന്റെ ക്രൂരമായ ചിരി. ജോണിന്റെ ചിരി കണ്ടതും അതുവരെ ആർത്തുചിരിച്ചുകൊണ്ടിരുന്ന ആ 12 പേരും പെട്ടെന്ന് നിശബ്ദരായി. അവരുടെ ഉള്ളിലൊരു ഭയം നാമ്പിട്ടു. ശത്രുക്കളുടെ പരിഹാസച്ചിരികൾക്കിടയിലൂടെ ജോൺ ഇഴഞ്ഞു നീങ്ങിയത് അവന്റെ കുടുംബം തലമുറകളാൽ ഒളിപ്പിച്ചുവെച്ചിരുന്ന ആയുധത്തിന്റെ അടുത്തേക്കാണ്. വജ്രായുധം. ജോണിന്റെ കുടുംബം ഒളിപ്പിച്ചുവെച്ചിരുന്ന ആ ആയുധം നിമിഷനേരം കൊണ്ട് ഏതൊരു ശത്രുവിനെയും ഛിന്നഭിന്നമാക്കാൻ ശേഷിയുള്ള ഒരു വജ്രായുധമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാരനായ ഹെൻറി ചാൾസ് വേട്ടയ്ക്കായി ഈ വനത്തിൽ വന്നപ്പോൾ വേട്ട ചെയ്യപ്പെട്ട ഒരു മാനിനെ പിന്തുടർന്ന് ഒരു കുളത്തിനരികിലെത്തി. അവിടെ വെച്ച് അയാൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. വെള്ളത്തിൽ വീണ മാനിനെ നിമിഷങ്ങൾക്കുള്ളിൽ അജ്ഞാതമായ ഒരു ജീവി കടിച്ചുകീറി ഇല്ലാതാക്കി. അത് ഒരു ഭീമാകാരമായ ഒരു രാക്ഷസമത്സ്യമായിരുന്നു. പേടിച്ചുവിറച്ച ഹെൻറി തന്റെ കൈയിലുണ്ടായിരുന്ന ഉഗ്രശേഷിയുള്ള തോട്ട ആ കുളത്തിലേക്ക് എറിഞ്ഞു. വലിയ സ്ഫോടനത്തിൽ കുളം തകർന്നു. ആ ഭീകരജീവിയും കൊല്ലപ്പെട്ടു. എന്നാൽ സ്ഫോടനത്തിനു ശേഷം ആ കുളത്തിന്റെ മൂലയിൽ ഒരു ചെറിയ മീൻകുഞ്ഞു മാത്രം ജീവനോടെ അവശേഷിക്കുന്നത് ഹെൻറി കണ്ടു. കൗതുകം തോന്നി അയാൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ മീനിനെക്കുറിച്ച് പഠിച്ചപ്പോൾ അയാൾക്കൊരു കാര്യം മനസ്സിലായി. ഇതൊരു സാധാരണ മീനല്ല. 200 വർഷത്തോളം ആയുസ്സുള്ള ഇരുമ്പിനെപ്പോലും കടിച്ചുമുറിക്കാൻ ശേഷിയുള്ള പല്ലുകളുള്ള വെള്ളത്തിനടിയിലെ ഏറ്റവും ക്രൂരനായ വേട്ടക്കാരനാണിത്. കുറച്ചുനാൾക്ക് ശേഷം ഹെൻറിക്ക് തിരിച്ചു നാട്ടിലേക്ക് പോകേണ്ടതായി വന്നു. ഹെൻറി നാട്ടിലേക്ക് മടങ്ങാൻ നേരത്ത് തന്റെ വിശ്വസ്തനായ കാർലോസിന് സ്റ്റീഫന്റെ അപ്പന്, അതായത് ജോണിന്റെ അപ്പാപ്പന്, ഈ മീനിനെ കൈമാറി. അതിനുശേഷം കാർലോസിന്റെയും സ്റ്റീഫന്റെയും ജോണിന്റെയും ഏറ്റവും വലിയ ആയുധം ആ മീനായിരുന്നു. പിന്നീട് ഇവരുടെ പറമ്പിൽ അതിക്രമിച്ചു കയറിയ ആരും തിരിച്ചുപോയിട്ടില്ലാത്തതിന്റെ കാരണം അവരൊക്കെ ആ മീനിന് ഇരകളാവുകയായിരുന്നു. കുളക്കരയിലെത്തിയ ജോൺ തന്നെ പരിഹസിച്ചു ചിരിച്ച ശത്രുക്കളുടെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി ഭീകരമായി ചിരിച്ചു. തന്റെ കൈവശമുണ്ടായിരുന്ന ആ അമൂല്യമായ അമൃതക്കായ അവൻ ആ പഴയ കുളത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞു. അതുകണ്ടു നിന്ന 12 പേരും അമ്പരന്നുപോയി. ലോകം മുഴുവൻ തേടി നടന്ന ആ അമൃതഫലം വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നുപോകുന്നത് അവർക്ക് സഹിക്കാനായില്ല. മറ്റൊന്നും ആലോചിക്കാതെ ആ നിധി സ്വന്തമാക്കാൻ വേണ്ടി അവർ 12 പേരും ഒരേ സമയം കുളത്തിലേക്കെടുത്തു ചാടി. എന്നാൽ ആ കുളത്തിൽ തങ്ങളെ കാത്തിരിക്കുന്നത് സാക്ഷാൽ മരണമാണെന്ന് ആ വിഡ്ഢികൾ അറിഞ്ഞിരുന്നില്ല. അവർ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിത്തപ്പുന്നതിനിടയിൽ ശാന്തമായിരുന്ന കുളം പെട്ടെന്ന് പ്രക്ഷുബ്ധമായി. കൂർത്ത പല്ലുകളും ഭീമാകാരമായ ശരീരവുമുള്ള ആ മോൺസ്റ്റർ ഫിഷ് ആഴങ്ങളിൽ നിന്ന് ഉദിച്ചുയർന്നു. ഒരു നിമിഷം പോലും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ചോര കണ്ട് ആവേശം പൂണ്ട ആ ഭീകരജീവി ഓരോരുത്തരെയായി കീഴ്പ്പെടുത്തി. കുളത്തിലെ വെള്ളം നിമിഷനേരം കൊണ്ട് ചോരക്കടലായി മാറി. തങ്ങളെ പരിഹസിച്ചവരുടെ നിലവിളികൾ ആ